അടുത്തതായി ഈ വേദിയിലേക്ക് പ്രസംഗിക്കാനെത്തുന്നത് ശ്രീ ടി പി ശശികുമാർ അവർ, വൈസ് ചെയർമാൻ GNSS. അതിനു മുമ്പായി അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഡോക്ടർ ടി പി ശശികുമാർ വിദ്യയെയും ജ്ഞാനത്തെയും ലോകത്തിലേക്ക് ആത്മീയതയും ശാസ്ത്ര സാങ്കേതികതയും സമന്വയിപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ ടി പി ശശികുമാർ. കണ്ണൂരിലെ നടുവിൽ എന്ന ഗ്രാമത്തിൽ ജനിച്ച ശ്രീ ഡോക്ടർ ശശികുമാർ പയ്യന്നൂരിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhilഉം PhDയും കരസ്ഥമാക്കി. ISROവിൽ ശാസ്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം ഇതിനിടയിൽ LLBയും MEdഉം MBAയും പൂർത്തിയാക്കി. വർഷങ്ങളുടെ തപസ്യയിലൂടെ സ്വയം നേടിയ അറിവിൻ്റെ നിധികുംഭം സമൂഹത്തിന് കുറച്ചെങ്കിലും പ്രയോജനപ്പെടണം എന്ന ആശയം പ്രഭാഷണം എന്ന കലയിലൂടെ അദ്ദേഹം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്യാപനം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മനിർവൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ISROയിൽ നിന്നും VRS എടുത്ത് ഇപ്പോൾ ഹൈദരാബാദിലെ അറോറ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ്, കേരളത്തിലെ തപസ്യ എന്ന സാംസ്കാരിക സംഘടനയുടെ വാഗ്മി പുരസ്കാരം, ഇന്റർനെറ്റ് കൂട്ടായ്മയായ ഭാരത രക്ഷക് അവാർഡ് തുടങ്ങി പല അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഡൽഹി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ, ശോഭ ഡെവലപ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷണൽ അഡ്വൈസർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UGC ഡയറക്ടർ, സെക്കൻഡറാബാദ് ഡാറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് സയൻറ്റിസ്റ്റ്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് സ്കോളർ എന്നീ പദവികളെല്ലാം ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം മികച്ച ഫിലിം അനലിസ്റ്റ് കൂടിയാണ്. ശ്രീ ഡോക്ടർ ശശികുമാർ അവർകളെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, KNSSൻ്റെ ചെയർമാൻ പാലേരി, ഈ കരയോഗത്തിൻ്റെ ചെയർമാൻ സേതുമാധവൻ, വേദിയിലിരിക്കുന്ന മുഖ്യ അതിഥികളെ, വേദി വിട്ടുപോയ MLA അവർകളെ, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്ക് അവരുടെ മുന്നിൽ വരാനും നിൽക്കാനും ഒരു നമസ്കാരം പറയാനും കിട്ടിയതൊരു വലിയ ഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ബാംഗ്ലൂരിൽ പഠിച്ച ഒരാളാണ്. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയത് ബാംഗ്ലൂരിൽ 1986-89 കാലഘട്ടത്തിൽ 3 വർഷം ഇവിടെയുള്ള പഴയ കാലത്ത് ഓരോ റോഡിലും സാറ്റർഡേ സൺഡേ വെറുതെ തെണ്ടി നടന്ന ഒരാളാണ്. ഭാരതത്തിന് പുറത്തും കുറേ ഏകദേശം 1769 വേദികളിലെ പ്രഭാഷണം നടത്താൻ പോയപ്പോഴും മലയാളികൾ നിറഞ്ഞു നിൽക്കുന്ന ആക്റ്റീവായിട്ടുള്ള ബാംഗ്ലൂരിൽ ഇതുവരെ ഒരു പ്രോഗ്രാം കിട്ടിയില്ല എന്നുള്ള മനസ്സിൻ്റെ വിഷമം. അതേ സമയത്ത് കഴിഞ്ഞ മാസവും ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു LICയുടെ ട്രെയിനിങ്ങിന്. ഇവിടെ നിമ്മാൻസിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്, ഇസ്രോയിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലം. കേരളത്തിൽ മാത്രം ഏകദേശം 100-ലധികം ക്ഷേത്രങ്ങളിലെ പ്രഭാഷണം നടത്തിയ ഞാൻ കേരളത്തിന് വെളിയിൽ പല സ്ഥലത്തും ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തിയ ഞാൻ കണ്ണൂരുകാരനാണ്. അവിടുന്ന് തൊട്ടടുത്തുള്ള സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ഇവിടെ വരാൻ അവസരം കിട്ടാത്തതിൽ വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു NSSൻ്റെ ഒരു ഇൻവിറ്റേഷൻ. അതിന് കാരണക്കാരനായ പാലേരി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പാലേരി മാണിക്യം എന്നുള്ളൊരു പേരാ വരിക. KNSSൻ്റെ മാണിക്യമായ പാലേരി, അദ്ദേഹത്തെ പരിചയപ്പെടാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്.
ഇതുപോലെ അബദ്ധത്തിൽ പരിചയപ്പെട്ടിട്ട് എന്നെ വിളിക്കുന്ന കുറേ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എന്നെ ഇതുവരെ പ്രഭാഷണം കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഒരാളെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ വലിയ റിസ്ക്കാണ്. കാരണം ഇയാൾ മഹാബോറായാൽ എല്ലാവരും കുറ്റം പറയുന്ന അദ്ദേഹത്തെ ഏതവനെയാ പിടിച്ചുകൊണ്ടെന്നോ ചോദിക്കും നമ്മുടെ മലയാള ഭാഷയിൽ. അപ്പൊ വലിയ ധൈര്യം വേണം ഒരാളെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ. അപ്പൊ ഞാൻ വരുമ്പോൾ ചോദിച്ചു എത്ര സമയം സംസാരിക്കണം എന്ന് ചോദിച്ചു. അപ്പൊ 45 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നിപ്പോ എല്ലാവർക്കും നാവാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളെന്ന്. കാരണം ശാപ്പാട് എപ്പോഴാ കിട്ടുക എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നവരാണ് നായന്മാരെന്നാ പറയാ. കാരണം മന്നത്ത് പത്മനാഭൻ നിർബന്ധപൂർവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഏത് കരയോഗത്തിന്റെ മീറ്റിങ്ങിലും ശാപ്പാട് കൊടുക്കണം, എന്നാലേ നായന്മാര് വരുള്ളൂ എന്നാണ്. വളരെ നിർബന്ധപൂർവം പറഞ്ഞിട്ടുള്ളതാണ് മന്നത്ത് പത്മനാഭൻ. പിന്നെ ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പം അത് മാത്രല്ല, ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഇപ്പൊ വളരെ ഫാഷനായിട്ടുള്ളൊരു സാധനമാണ്. കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആശ്രമത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുള്ള കുറെ സ്വാമിമാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിരം പരിപാടി സപ്താഹമാണ്, ഒരാഴ്ചത്തെ പരിപാടിയാണ്. ഈ ഒരാഴ്ചത്തെ പരിപാടിയിൽ 7ാമത്തെ ദിവസം മാത്രം പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം അന്നാണ് ശരിക്കുള്ള സദ്യ കിട്ടുക. അതിന്റെ മുമ്പൊക്കെ കുറച്ച് പ്രസാദം മാത്രമേ കിട്ടുള്ളൂ. സാധാരണ ആണുങ്ങളാരും പോവാറില്ല ഈ ജോലി പ്രസാദം മേടിക്കാനും കേൾക്കാനും അല്ലെങ്കിൽ പ്രഭാഷണത്തിനൊന്നും. കുറെ സ്ത്രീകൾ പോവും. ഈ പോണ സമയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാർ പറയും, ഭയങ്കര സ്നേഹരിക്കും കേട്ടോ, കാരണം ഇവർ പോണതാണല്ലോ, രക്ഷപ്പെട്ടു, ഇനിയിപ്പോ വീട്ടിൽ സുഖമായിട്ടിരിക്കാലോ. അപ്പം ഭാര്യനൊക്കെ അപ്പോഴാണ് മോളെ എന്നൊക്കെ വിളിക്കും. പറയും, മോളെ ഒരു കാര്യം ചെയ്യണം, ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ SMS ചെയ്യണേ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറയും. അപ്പൊ നല്ല രസമായി ഈ ആൾക്കാരുടെ പരിപാടി. ഇപ്പം ശാപ്പാടാണ് മെയിൻ. കാരണം പണ്ട് കാലത്തൊക്കെ ആഘോഷങ്ങൾ വീട്ടിന് പുറത്തും ഭക്ഷണത്തിന് വീട്ടിലെത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം വളരെ മോഡേൺ ആണ് ആൾക്കാർ. ആഘോഷങ്ങൾ ഒക്കെ വീട്ടിലാണ്. കാരണം TV ഓൺ ചെയ്താൽ ഫുൾ ആഘോഷമാണ്. ഭക്ഷണം വീട്ടിന് പുറത്തുമാണ്. ആ കാലം മുതൽ നായന്മാരുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. അവരാണ് പണ്ട്, ആ ആൾക്കാരാണ് രാജ്യഭരണത്തിൻ്റെയൊക്കെ ഊരായ്മകളുടെയൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ ആൾക്കാരായിട്ട് രാജ്യം ഭരിച്ചിരുന്നത്. എൻ്റെ തറവാടും മലബാറിലെ ഒരു പ്രസിദ്ധ ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ബ്ലഡിൽ നല്ല പോലെ ഉണ്ട് നമുക്ക് ഈ കഴിവ്. എന്ത് കഴിവ്? എല്ലാ രാജാക്കന്മാർക്കും വേണ്ട കഴിവ് എന്താ അറിയോ? ഒരാളെയും അനുസരിക്കരുത് എന്നുള്ളതാണ്. അത് തീരെ ഇല്ലാത്തവരാണ് നമ്മൾ. കാരണം പടനായകന്മാരാണ്. എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണണം. എവിടെ കാല് വാരാൻ പറ്റുമോ അവിടെ കറക്റ്റായിട്ട് വാരണം. ഈ സ്വഭാവമൊക്കെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവണം. അങ്ങനെ ഇല്ലെങ്കിൽ അവൻ നായന്മാരല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, അത് മോശമാണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, കണ്ണൂർ നായർ സമാജം വേറെയാണ്, പാലക്കാട് കടന്നാൽ പിന്നെ വേറെയാണ് നായർ സമാജം. ഈ മയൂർ വിഹാർ ഫേസ് 3 എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു കോളനിയാണ്. എനിക്കൊന്ന് ജയമാലിന്റെ അത്രയൊന്നും ഉണ്ടാവില്ല എന്ന്. 37 മലയാളി സമാജങ്ങളുണ്ട് അവിടെ. ആലോചിച്ചോ. അപ്പൊ നമുക്ക് നല്ല സുഖം കേട്ടോ ഈ പ്രഭാഷകന്മാർക്ക്. എനിക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൽ ഒരു 200 പ്രഭാഷണം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഓരോരാളും വിളിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ഓരോരാൾക്കും പോകാൻ പറ്റും. അവിടെയൊക്കെ ഓണാഘോഷം തുടങ്ങിയാൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഓണാണ്. പിന്നെ വിഷു തുടങ്ങായി. അങ്ങനെ ആഘോഷങ്ങൾ നല്ലപോലെ നടക്കാനും അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ആവശ്യം നമ്മുടെ സംസ്കാരം അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതെത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതാണ്. കാരണം പല ആഘോഷങ്ങളും ഈ ഘോഷങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഈ ഘോഷങ്ങൾ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേൾക്കാൻ. അത് പ്രഭാഷണങ്ങളും അങ്ങനെയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ തട്ടി പോകുമ്പോഴേക്കും ഇയാളെന്തപ്പ പറഞ്ഞേ, ഈ പറഞ്ഞതൊന്നും കേൾക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു, തമാശയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അകത്ത് കയറില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ ഒരു തുടങ്ങിയ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഇവിടെ വന്നിട്ട് ഞാൻ 3 പേപ്പർ എഴുതി കഴിഞ്ഞു. ഇതിങ്ങനെ കുറെ പേപ്പർ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഇതാണ് പ്രഭാഷകന്മാരുടെയും എഴുത്തുകാരുടെയും ഒരു കുഴപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തൊക്കെയോ പറയണമെന്നാണ്, പറയണത് വേറെ എന്തൊക്കെയാണ്. അതിൽ തുടങ്ങിയതില് ഞാൻ പ്രെയർ സോങ്ങില് ഗണേശനെ കുറിച്ചുള്ള പ്രെയർ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഗണേശനും നായരും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? കാരണം ഞാൻ ഒരു തന്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ ഏത് തിരുമേനിയും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരു കേരള തന്ത്ര സമുച്ചയം എഴുതിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിൽ വേറെ ആരും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്
10-15 ദിവസങ്ങളൊക്കെ. ഞങ്ങള് കൈലാസത്തിലൊക്കെ യാത്രയ്ക്ക് കൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ ശിഷ്യന്മാർ അതുപോലെയാണ്, അതുപോലെ കൂടെ നടന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ അവരുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നില്ല, പൂജാവിധികൾക്കൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. ആഗമാർത്തന്തു ദേവാനാം ഗമനാർത്തന്തു രാക്ഷസാം. ഒരു ചൊല്ലിയാൽ ദേവനെ വിളിച്ചു കൊണ്ടുവരാനും അങ്ങനെ ആവാഹനം ചെയ്ത് കത്തി നിൽക്കുന്ന വിളക്കിലേക്ക് ഭഗവാനെ വരുത്താനും അതിനെ ഉദ്വാഹനം ചെയ്ത് തിരിച്ചയക്കാനും കഴിവുള്ളവരാണ് പൂജാരികൾ എന്നാ പറയാം. അപ്പൊ സാധാരണ ഞാൻ തിരുമേനിയോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്, തിരുമേനിക്കാണോ കഴിവ് കൂടുതൽ ഭഗവാനാണോ എന്ന്. കാരണം തിരുമേനി വിളിച്ചാൽ ഭഗവാൻ വരും, ഭഗവാൻ വിളിച്ചാൽ തിരുമേനി ഇപ്പോഴൊന്നും പോവില്ല, അവസാനേ പോവുള്ളൂ. അപ്പൊ ആർക്കാ കഴിവെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ വരുന്ന ഒരാളുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ഭഗവാന്മാരെയൊക്കെ, അതുകൊണ്ടാണ് ഈ ഗണേശനൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊട്ടേട്ടനോ അനിയനോ ഒക്കെ ആയിട്ടാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഗണേശനും നായരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആലോചിക്കും ഇടയ്ക്കിടയ്ക്ക്. കുറേ ബന്ധമുണ്ട് കേട്ടോ. കാരണം പാലക്കാട് നായന്മാരെയൊക്കെ കണ്ടാൽ ഗണേശനെ പോലെയാ, നല്ല കൊടവയറുണ്ടാവും. ജനിച്ച കുട്ടികളും മരിക്കാൻ പോകുന്ന നായരും ഒരേപോലെയാന്നാ പറയാ. ആ വയറ് കണ്ടറിയാം ഇയാളെ നായരാന്ന് അല്ലേ. ഷോൾഡറൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ്ടോ, കണ്ടിട്ടുണ്ടോ പഴയ നായന്മാർ? ഷോൾഡറൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വയറ് നല്ല പോലെ ഉണ്ടോ. ഒരിക്കലും നമസ്കരിക്കാൻ പറ്റില്ല കേട്ടോ. സ്വഭാവം കൊണ്ടും പറ്റില്ല, ശരീരപ്രകൃതി കൊണ്ടും പറ്റില്ല. പിന്നെ ഈ ഗണേശനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇതിപ്പോ തോന്നിയ തോന്നലാട്ടോ. കാരണം ഈ ഗണേശന്റെ ഇത് കാണുന്ന നായരും കണ്ട് കൂടെ വന്നപ്പോ തോന്നിയൊരു തോന്നൽ, ഇതുവരെ പറയാത്തതാ. ചിലപ്പോൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യും, എന്നെ മറന്നുപോകും ഞാൻ. ഓക്കെ. ഈ വേറൊരു ഗുണവും കൂടിയുണ്ട്. നമ്മൾ ഈ ഗണേശൻ എപ്പോഴും വിഘ്നേശ്വരൻ എന്നാണ് പറയാ. തുടക്കം എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്താണ്. ഈ തുടങ്ങാനുള്ള ഒരു തോന്നലുണ്ടല്ലോ, അത് നായന്മാർക്ക് ഭയങ്കര കൂടുതലാണ്. ആരംഭശൂരത്വം എന്ന് പറഞ്ഞത് വേറെ ഇത്രയുമുള്ള വേറൊരാളുണ്ടാവില്ല. എന്ത് കാര്യവും മുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഉണ്ടല്ലോ ഒരിക്കലും മുന്നിലെത്തില്ല കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ ആരെങ്കിലും തള്ളിവിടും. കാരണം അത്ര ധൈര്യം പോരാ. ആലോചിച്ച് നോക്കാം, പ്രൈം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി അഡ്വൈസർ നായരാണ്. ഓക്കെ. IAS ഏറ്റവും ടോപ്പായിട്ടുള്ളവരൊക്കെ നായന്മാരാ. ഇപ്പോഴല്ല, കുറെ കാലങ്ങളായിട്ട്. എന്നാൽ ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടോ ഒരു നായര്? അതില്ല. കാരണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അയാൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും, പക്ഷെ അവിടെ നിൽക്കില്ല. ഇത് വലിയൊരു കുഴപ്പമാണ്, നല്ലൊരു നന്മയുള്ളൊരു സ്വഭാവമായിട്ട്. രണ്ടുമുണ്ട്.